മയക്കുവെടി വെച്ച് പിടിക്കാൻ വനംവകുപ്പ് ശ്രമിക്കുന്നതിനിടയിലാണ് കടുവ കൂട്ടിൽ അകപ്പെട്ടത്. 8 വയസ്സുള്ള പെൺകടുവയാണ് പിടികൂടിയത്. കൂട്ടിലകപ്പെട്ട കടുവയെ നിരീക്ഷണത്തിന് ശേഷം കുപ്പാടിയിലെ വന്യമൃഗ അഭയ കേന്ദ്രത്തിലേക്ക് രാത്രി തന്നെ മാറ്റി. കടുവയെ കണ്ടെത്തുന്നതിന് വ്യാഴാഴ്ച രാവിലെ തെർമൽ ഡ്രോൺ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തി വനംവകുപ്പ് നടത്തിയ തെരച്ചിൽ ഫലം കണ്ടിരുന്നില്ല. എന്നാൽ രാത്രി 7:30യോടെ കടുവ ദേവർഗദ്ദ തൂപ്ര റോഡ് മുറിച്ചു കടക്കുന്നത് കാർ യാത്രികരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് വനംവകുപ്പ് പ്രദേശത്ത് പരിശോധന നടത്തുന്നതിനിടെയാണ് കടുവ കൂട്ടിൽ കയറിയത്. 10 ദിവസമായി തങ്ങളെ ചുറ്റിച്ച കടുവയെ പിടികൂടിയ ആശ്വാസത്തിലാണ് വനംവകുപ്പ്. കടുവ 10 ദിവസമായിട്ടും കൂട്ടിൽ കയറുന്നില്ല, അതുപോലെ തന്നെ മയക്കുപിടിക്കാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുന്നില്ല എന്നുള്ളതിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആശങ്കയിൽ തന്നെയായിരുന്നു. എന്നാൽ ഡോക്ടറുടെ സംഘത്തിൻ്റെയും അതുപോലെ തന്നെ DFIയുടെയും എല്ലാം നിർദ്ദേശത്തിൽ നമ്മൾ കൂടുകളിൽ ഒരു മാറ്റം വരുത്തി ഇന്നലെ രാത്രിയോടെ കടുവ 11:30 കൂട്ടിൽ കയറുകയായിരുന്നു. ഒരു വലിയ ആശ്വാസമാണ് വനപാലക സംഘത്തിന് ഉണ്ടായിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ആ പ്രദേശവാസികളോട് ഒരിക്കൽ കൂടി അകമഴിഞ്ഞ നന്ദി അറിയിക്കുകയാണ്. കടുവ കുറച്ച് ക്ഷീണിതനായിട്ടാണ് കാണുന്നത്. ആരോഗ്യ നില കൂടുതൽ വിശദമായ ഡോക്ടറുടെ പരിശോധനയ്ക്ക് ശേഷമേ വ്യക്തമാകൂ. 10 ദിവസത്തിനിടെ 5 ആടുകളെയാണ് കടുവ കൊന്നത്. കടുവയുടെ കാലുകളിൽ പരുക്കുകളുണ്ട്. ചികിത്സയ്ക്ക് ശേഷം തൃശൂർ മൃഗശാലയിലേക്ക് മാറ്റാനാണ് സാധ്യത. സീ മലയാളം ന്യൂസ്, വയനാട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.